ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. നാരായണീയമാകുന്ന ഈ സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരം എന്ന നാമധേയത്തോടുകൂടി നമ്മൾ അനുസ്മരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 45-ാമത്തെ ദിവസം. 4-ാമത്തെ ദശകത്തിൽ 15-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ഇതോടുകൂടി 4-ാമത്തെ ദശകം പൂർത്തിയാവും. നാളെ മുതൽ നമുക്ക് 5-ാമത്തെ ദശകത്തിലേക്ക് എത്താൻ ഭഗവാൻ അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആദ്യം നമുക്ക് ശ്ലോകം ചൊല്ലാം. തുടർന്ന് അതിൻ്റെ അർത്ഥം, അതിനെക്കുറിച്ചൊന്ന് വ്യാഖ്യാനിച്ച് അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞ് അതിനുശേഷം ശ്രീഹരിയ പരിഭാഷ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി നമുക്ക് സമർപ്പിക്കാം. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പതേ. സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം. ഹേ ജഗത്പതേ ഈദൃശിം അർച്ചിരാദിഗതിം വ്രജൻ. അല്ലയോ ജഗദീശ്വര ഗുരുവായൂരപ്പ, ഇപ്രകാരമുള്ള ഈദൃശിം അർച്ചിരാദിഗതിം വ്രജൻ, ഇങ്ങനെയുള്ള ആ തേജോലോകാദികളാകുന്ന ഗതിയെ പ്രാപിക്കുന്ന ആ യോഗി. യോഗി എന്നുള്ളത് അവിടെ അന്തർലീനമായിട്ട് കിടക്കണം, നമ്മൾ മനസ്സിലാക്കുക.
വിച്യുതിം ന ഭജത്തെ, പിന്നെ പുനരാവൃത്തി ഉണ്ടാവില്ല എന്നാണ്. മോക്ഷം നേടി, അപ്പോൾ ഭഗവാനിലേക്ക് ചേർന്നു, അപ്പോൾ പിന്നെ ഒരു തിരിച്ചുവരവ് ഇല്ല എന്നാണ്. പുനരപി ജനനം പുനരപി മരണം എന്നുള്ള ആ ആവർത്തനം ഇല്ലാതെയാവും, പുനരാവർത്തിരഹിതനായി തീരും. അപ്പോ സച്ചിദാത്മക അനിലേശ, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ. പട്ടേരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ആനന്ദമൂർത്തിയാണ്. അതുകൊണ്ടാണ് സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് നമ്മൾ ആദ്യം തന്നെ കേട്ടത്. ഇനി ഭഗവാന്റെ അവതാര സമയമൊക്കെ വരുമ്പോൾ ആനന്ദരൂപ ഭഗവന്നയി സാന്ദ്രാനന്ദതനോ എന്നൊക്കെ സംബോധന കാണാം. ഇവിടെയും സച്ചിദാത്മക അനിലേശ, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ അനിലേശ, ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം മാം പാഹി, അവിടുത്തെ ആ ഗുണഗണങ്ങളെ ഗുണോത്കർഷങ്ങളെ കീർത്തനം ചെയ്യുന്ന അടിയനെ അവിടുന്ന് രക്ഷിക്കണേ എന്നാണ്. ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം, കീർത്തനം സ്മരണം, അല്ലേ? ആ രണ്ട് രൂപമുള്ള ഭക്തിയാണ് ഇതിലൂടെ കാണിക്കണത്. സ്മരണയിലൂടെ മാത്രമേ കീർത്തനം ഉണ്ടാവുള്ളൂ, അല്ലേ? ആരെങ്കിലും സ്മരിക്കുമ്പോഴാണല്ലോ ആളെക്കുറിച്ച് നമുക്ക് പാടാനായിട്ട് തോന്നുക. അപ്പോൾ കീർത്തനത്തിന് കാരണം എന്താണ്? സ്മരണയാണ്. തസ്മാൽ സർവാത്മനാരാജൻ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം എന്ന് ദ്വിതീയ സ്കന്ധത്തിൽ പറയുന്നുണ്ട് ഭാഗവതം. അപ്പോൾ അതിൻ്റെ ആ സാരത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ഉൾക്കൊള്ളിച്ചും കൊണ്ടാണ് പട്ടേരിപ്പാട് തൻ്റെ കാവ്യസഫര്യയുടെ 4-ാം ദിനം പൂർത്തീകരിക്കുന്നത്. നാരായണീയ മധുരം എന്നുള്ള രീതിയിൽ നമ്മളും ഇന്ന് 45-ാമത്തെ ദിവസം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനി ശ്ലോകം, അതിനുശേഷം ഭാഷാഗാനം. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജത്തെ ജഗത്പതേ സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം, അനിലേശ പാഹി മാം. നാരായണ 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 രാധാ ഗോവിന്ദ. ജഗത്പ്രഭോ മാരുതേശ സായുജ്യത്തെ നേടുന്നവൻ, സായുജ്യത്തെ തേടുന്നവൻ മുജ്ജന്മത്തിൽ ദുഃഖം പിന്നീടറിയുകില്ല. പരമാനന്ദ സ്വരൂപ പരമമാം നാമം പാടും പാമരനാം എന്നെ അനുഗ്രഹിച്ചിടണേ. അടിയന്റെ വികൃതിയെ കൃതിയാക്കി മാറ്റുന്നോരാ, വികൃതി തൻ വികൃതിക്കായി കാത്തിരിപ്പൂ ഞാൻ. നാരായണ 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 രാധാ ഗോവിന്ദ. ഹരി ഓം.